ഹായ്, ഐ ആം നസീമ ഫ്രം കാഞ്ഞങ്ങാട്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ, ബാനർ, ഡിസ്ക്രിപ്ഷൻ എല്ലാം ടോട്ടലി ഞാൻ ചേഞ്ച് ചെയ്ത്. അതിന് കാരണം എന്തെന്നറിയോ? 2017 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അന്നേരം ഇട്ട പേര് നസി ആർക്കിടെക്ചർ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കും ആർക്കിടെക്ചറുമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കറിയില്ല ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വരുമാനം വരും അങ്ങനെയുള്ളതൊന്നും അന്ന് അറിയില്ല. 2017 എനിക്ക് മകന് യൂട്യൂബ് ചാനൽ റെഡിയാക്കി തരുന്നത്. അതിനുള്ള കാരണം 3 മക്കളായതിന് ശേഷമാണ് ഞാൻ ആർക്കിടെക്ചർ ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് പഠിക്കുന്നത്. അന്നേരം ഞാൻ ദിവസേന പ്രാക്ടീസ് ചെയ്ത് എഴുതി വെച്ച എൻ്റെ റെഫറൻസ് രേഖയായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്സ് അത് നഷ്ടമായി. ആ ബുക്സ് മിസ്സായ സമയത്ത് ഈ ഓട്ടോ ക്യാഡും ഡെസ്മാക്സും എൻ്റെ ഓർമ്മയിൽ നിന്ന് മായുന്നതിന് മുമ്പ് അതിനെങ്ങനെയെങ്കിലും എഴുതിയെടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മകനാണ് പറഞ്ഞത്, ഉമ്മ വിഷമിക്കേണ്ട, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എല്ലാ ക്ലാസ്സസും നിങ്ങൾ യൂട്യൂബ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മ ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കുക, ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതാണ് റീസൺ. അന്നേരം നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഇത്ര വാച്ച് അവേഴ്സ് അങ്ങനെയൊന്നും ആവശ്യമില്ലായിരുന്നു അന്ന് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ അതേക്കുറിച്ച് അറിയില്ല. ഈ മോണിറ്റൈസേഷൻ ആവണം, ഇതിൽ വരുമാനം കിട്ടും, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് നഷ്ടപ്പെട്ട ബുക്ക് അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ അതെന്നും അവിടെ തന്നെ ഉണ്ടാവണം. എന്നും എനിക്ക് ആവശ്യം വരുമ്പോൾ അത് യൂസ് ആവണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് പേര് നസി ആർക്കിടെക്ചർ എന്ന പേരിടുന്നതും അങ്ങനെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 3ds Maxന്റെ ക്ലാസ്സൊക്കെ അതിലിട്ടുകൊണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജോബ് കിട്ടിയ സമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാതെ ഒരു 2 വർഷം ഞാൻ ഒന്നും അപ്ലോഡ് ചെയ്യാറേ ഇല്ല. 2019 കോവിഡ് ടൈമിലാണ് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്താണിത് എല്ലാവരും ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അന്നേരം യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും വരാൻ തുടങ്ങി. യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വീഡിയോസും വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് നമുക്ക് ഇതിലൂടെ വരുമാനം കിട്ടും. അന്നേരമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോഴാണ് ഞാൻ നെട്ടിപ്പോയത്. കാരണം ഓരോ വീഡിയോക്കും ഇത്ര $1 വെച്ച് ഞാൻ അങ്ങോട്ട് പേ ചെയ്യാനുള്ള മെയിൽ വന്നിട്ടുണ്ട് ഒരുപാട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിലെനിക്ക് വല്ലാത്തൊരു വിഷമമായി. ആ സമയത്താണ് ഞാൻ ഇതിന് എന്താണ് സൊല്യൂഷൻ, ആ സമയത്താണ് ഞാൻ ഡിജിറ്റൽ കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. കോവിഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യവും കിട്ടി. അങ്ങനെ പഠിച്ച് കോപ്പിറൈറ്റ് ആയതാണ് ഇഷ്യൂസ്. അങ്ങനെ വീഡിയോ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആക്കാതെ തന്നെ എനിക്കത് ആ കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ നീക്കാൻ പറ്റി. പിന്നീട് ഞാൻ തീരുമാനിച്ചു ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. എനിക്ക് കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. ഫോട്ടോസ് ആയാലും എഡിറ്റിങ് ഇതൊക്കെ എനിക്ക് നല്ല ക്രേസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ എത്ര വ്യൂസ് ഉണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒന്നും ഞാൻ നോക്കാറില്ല. അതങ്ങനെ അങ്ങ് പോകുന്നത്ര പോട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ ഓരോ മെമ്മറീസും ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇതിൽ ഹീലിംഗ്, ലൈഫ് എക്സ്പീരിയൻസ്, തെറാപ്പി ക്ലാസ്സസ്, മോട്ടിവേഷൻ, സോഫ്റ്റ്വെയർസ്, ഓട്ടോകാഡ് പോലുള്ള ക്ലാസ്സസ്, ട്രാവലിനെ കുറിച്ച്, ബിസിനസ്, ഫാമിലി ട്രിപ്പ്, അങ്ങനെ എന്തൊക്കെയാണോ നടക്കുന്നത്, എന്തൊക്കെയാണോ എൻ്റെ മൊബൈലിലേക്ക് ഞാൻ പകർത്തുന്നത് അതൊക്കെ ഞാൻ ഇതിലേക്ക് എല്ലാം ഒരു മെമ്മറി ആയിട്ട് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ആർക്കിടെക്ചർ എന്ന പേരിട്ടത് കാരണമാണ് അതുമായിട്ട് കണക്ട് ചെയ്തുള്ള വീഡിയോസ് അല്ലല്ലോ ഇതിലുള്ളത്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഞാൻ പേര് ചേഞ്ച് ചെയ്ത് നസീസ് എക്സ്പീരിയൻസ് എന്നാക്കി ഞാൻ മാറ്റി. കാരണം ഇത് മൊത്തത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണുള്ളത്. നസി ആർക്ക് എന്ന് പറയുന്ന ഒരു ചാനൽ വേറെ തന്നെയുണ്ട്. IT എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കൊക്കെ 10 ദിവസത്തിനകം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, നൈബേഴ്സ്, ക്ലാസ്മേറ്റ്സ്, എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ്, അങ്ങനെ എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.